ബസന്ത്, അങ്ങനെ ഹർജിക്കാരെ സംബന്ധിച്ചോളം അവരുയർത്തിയ സംശയങ്ങൾ, ആശങ്കകൾ ഈ സമയപരിധി, പിന്നീട് പറയുന്ന അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ട്, പിന്നെ ഭൂമി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം അഭിഭാഷകർ വിവിധ ഹർജികൾ പരിഗണിക്കുമ്പോൾ അവരൊക്കെ ഉയർത്തിയത്. പിന്നെ മാത്രമല്ല ഒരു അനുഷ്ഠാനമാണ് അത്, വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നടക്കം ഉയർത്തിക്കാട്ടിയതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി, ഇത് പകരം ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങളിൽ ഇനി വരുത്തേണ്ടി വരും. അങ്ങനെ ഒരു അവസരമാണ് സർക്കാരിന് മുന്നിലേക്ക് എത്തപ്പെടുന്നത്. ആ ഒരു സമയത്തിന് നിശ്ചയിക്കപ്പെടുമ്പോൾ അതിനൊരു ഉറപ്പ് കൂടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് മുൻപാകെ വെക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലേ ബസന്ത്? പ്രജിഷ, ഇതിൽ കോടതി ചില ചോദ്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതായത് പ്രധാനമായും പറഞ്ഞത് ഈ നിയമത്തിൽ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു പൂർണ്ണമായ സ്റ്റേ നൽകാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും കോടതി പറയുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ്, വി ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് ദെർ കനോട്ട് ബി എ കംപ്ലീറ്റ് സ്റ്റേ ഓൺ ദ ലോ, ബട്ട് വി ഓൾസോ ഡോണ്ട് വോണ്ട് ദ സിറ്റുവേഷൻ ടു ചേഞ്ച് വിച്ച് ഇസ് പ്രിവെയിലിംഗ് നൗ. അതായത് നിലവിലുള്ള തൽസ്ഥിതി മാറുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ മാറ്റുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്നുള്ളതാണ്. മാത്രം ഇതിൽ പ്രധാനമായും പറഞ്ഞേക്കുന്നത് ഈ 5 കൊല്ലത്തെ മതവിശ്വാസിയായിരിക്കണം, ഇസ്ലാം മതവിശ്വാസിയായിരിക്കണം തുടങ്ങിയ പുതിയ ചട്ടങ്ങളൊന്നും തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉടനടി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് കോടതി വളരെ വ്യക്തമായി ഇന്നും പറയുന്നുണ്ട്. മാത്രമല്ല കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു കേസാകുന്ന ഒരു സാഹചര്യത്തിൽ, നിലവിലുള്ള സാഹചര്യത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നുള്ള കോടതി വളരെ കർക്കശമായ നിലപാട് തന്നെയാണ് ഇന്നും ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അതിൽ മാത്രമല്ല ഇതിൽ സോളിസിറ്റർ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, കോടതി ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളുടെ കാര്യത്തിൽ അതിന് ചില രേഖകൾ ഞങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. ആ രേഖകൾ വെക്കുന്നതിന് ഞങ്ങൾക്ക് സമയം വേണം എന്നുള്ളതാണ് സോളിസിറ്റർ ജനറൽ പറയുന്നിരിക്കുന്നത്. മാത്രമല്ല ഒരാഴ്ച കൊണ്ട് ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഈ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു നിയമനവും, അതായത് വഖഫ് സെൻട്രൽ കൗൺസിലിലേക്കോ വഖഫ് സ്റ്റേറ്റ് ബോർഡുകളിലേക്കോ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല 95-ലെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രജിസ്ട്രേഷൻ, വഖഫ് സ്വത്തിൻ്റെ കാര്യത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്തുക്കളുണ്ടെങ്കിൽ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് കോടതിയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് സോളിസിറ്റർ ജനറൽ. മാത്രമല്ല ഇതിൽ കോടതി കാര്യത്തിൽ കോടതി പറഞ്ഞത്, ഈ സംസ്ഥാന ബോർഡുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. മാത്രമല്ല ശരിയാണ്, സംസ്ഥാന ബോർഡുകൾക്ക് സ്വന്തമായി പുതിയ വഖഫ് ബോർഡുകൾ രൂപീകരിക്കാം. അപ്പോൾ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു നിയമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകാം എന്നുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരാഴ്ചത്തെ സമയം നൽകിയിരിക്കുന്നത്. ശരി, ബസന്താണ് വിശദ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നത്തെ സംഭവിച്ച കാര്യങ്ങൾ ഇത്രയും ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് വാദങ്ങൾ തുടർന്നത്. ഇന്നിപ്പോൾ ഈ വാദവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഞങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ആ വാദം പറഞ്ഞു. അതായത് സമയം കുറച്ച് വേണം, അനുവദിക്കണമെന്ന് തങ്ങളെ കൂടി കേൾക്കാൻ. അങ്ങനെ ഒരാഴ്ചത്തെ സമയമാണ് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ ഇടക്കാല ഉത്തരവിട്ടുകൊണ്ട് മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് എന്നാണ് ഇന്ന് സംഭവിച്ച കാര്യം.